ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ച ഇന്ന് 3 വായനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണെന്നും ഈ ജീവിതത്തിൻ്റെ അർത്ഥം എങ്ങനെ നേടിയെടുക്കാമെന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. 2ാമത്തെ വായനയിൽ ഹെബ്രായരുടെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് വിശ്വാസം. ഈ വിശ്വാസത്തോടുകൂടെ യാത്ര ചെയ്ത അബ്രാഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും ക്രിസ്തുനാഥൻ നമ്മളെ ഓരോരുത്തരെയും ഈ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതും ഈ യാത്രയിലേക്കാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ച് കാണപ്പെടാത്ത ഒരു സൗഭാഗ്യം ഉണ്ടെന്ന ബോധ്യത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടി. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടി സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1ാമത്തെ കാര്യം, യേശു ശിഷ്യന്മാരെ വിളിക്കുന്നത് നാം കാണുന്നുണ്ട്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുമല്ല ദൈവത്തിന് മുമ്പിൽ എന്ന ബോധ്യം ആദ്യം നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന ആ ഒരു ബോധ്യത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതായിട്ട് നമുക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നതാണ്, നാം ചെറിയ അജഗണമാണ്. ദൈവം നമുക്ക് നൽകിയ ദാനമായ ജീവിതം, ആ ദാനമായ ജീവിതം അത് ഏറ്റവും എളിമയോടുകൂടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുകയും ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. 2ാമത്, നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് തീർത്ഥാടകരാണ്. അപ്പോൾ ചെറിയ അജഗണമായ നമ്മൾ ദൈവം വാഗ്ദാനം ചെയ്ത ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരുടേത്. അതിന് സുവിശേഷം നാം കാണുന്ന നിക്ഷേപം കരുതി വയ്ക്കണം. ഈ ലോകത്തിലുള്ള നിക്ഷേപമല്ല, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുനാഥൻ ക്ഷണിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, അരമുറക്കി വിളക്ക് കത്തിച്ച് നിങ്ങൾ ജാഗരൂകതയോടുകൂടെ ആയിരിക്കണം. ഈ അരമുറുക്കി വിളക്ക് കത്തിച്ച് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ അത്രയും തീഷ്ണതയോടുകൂടെ ഒരു വലിയ യാത്ര, ഒരു വലിയ വാഗ്ദാനം മുൻനിർത്തിക്കൊണ്ട് യാത്ര തുടരുന്ന ഇസ്രായേലിൻ്റെ മനോഭാവത്തെ തന്നെയാണ് കാണുന്നത്. അരമുറക്കി വിളക്ക് കത്തിച്ച് യാത്ര തുടരുക. കാരണം സുവിശേഷം തുടർന്ന് പറയുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൻ്റെ ഉടമ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചതാണ് ഈ ജീവിതമെങ്കിൽ ജീവിതത്തിൻ്റെ ഉടമയായ ദൈവം കടന്നു വരും എന്ന ഒരു ബോധ്യത്തോടുകൂടെ ജാഗരൂകതയോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി ഈ വചനം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി ഒരു കടത്ത് മാത്രമാണ്, വഞ്ചിയാണ്. അപ്പോൾ ആ കടത്ത് നടത്തുന്ന വഞ്ചിക്കാരനുണ്ട്. അയാളെ ആശ്രയിച്ചാണ് ഗ്രാമത്തിലുള്ളവരെല്ലാം ജീവിച്ചിരുന്നത്. ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ ഈ കടത്തിനരികിൽ വന്നിട്ട് ഈ വഞ്ചിക്കാരനോട് പറയുന്നുണ്ട്, എനിക്ക് അക്കരയ്ക്ക് പോകണം. അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി ഈ കടത്ത് നടത്തുന്ന വഞ്ചിക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട് എനിക്ക് തരുവാൻ വേണ്ടി? അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറയുന്നു, എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അയാളെ അക്കരയ്ക്ക് കടത്തുവാൻ അനുവദിക്കാതെ തിരിച്ചുവിടുകയാണ്. അന്ന് രാത്രി ഈ കടത്തുകാരൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഈ മനുഷ്യൻ ഇയാളോട് വീണ്ടും തിരിച്ചു വന്ന് ഇയാളോട് യാചിക്കുന്നതായി കാണുന്ന ഒരു സ്വപ്നം. പിറ്റേ ദിവസം രാവിലെ ആ വഞ്ചിയുടെ തലക്കൽ ഒരു എഴുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ വഞ്ചിക്കാരൻ അവിടെ നിന്ന് കടന്നുകളയുകയാണ്. ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ ഭിക്ഷക്കാരനെ അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ അനുവദിച്ചില്ല. ഞാൻ ഈ വഞ്ചി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. തിരിച്ച് ഞാൻ ഒരിക്കൽ വരും. ഞാൻ അക്കരയ്ക്ക് കടക്കുവാൻ ആഗ്രഹിച്ച ആ മനുഷ്യരെയും കൊണ്ട് തിരിച്ചു വരും. ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ യാത്ര തുടരും എന്ന്. പ്രിയമുള്ളവരെ, നമ്മളും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിലും തീർത്ഥാടകരാണ് നമ്മളൊക്കെ. കൂടെ ഉണ്ടാകേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്, കൂടെ ഉണ്ടാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, അവരോട് കാണിക്കേണ്ട ഒരു കാരുണ്യം, അതാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക.
അതാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കുക. അരമുറയ്ക്ക് ജാഗരൂകതയോടുകൂടെ കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. ഈ യാത്ര തുടരുമ്പോൾ നമ്മുടെ കൂടെ സ്നേഹിക്കുന്ന വ്യക്തികളും നമ്മുടെ കൂടെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മകളും ഉണ്ടാകണം. മൂന്നാമതായി സുവിശേഷത്തിൽ യേശുനാഥൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം വിശ്വസ്തനായിരിക്കുക എന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു അംഗമായി ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിലും അത് എത്രയും വിശ്വസ്തയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഒരു രത്നവ്യാപാരിയുടെ കഥ ഇങ്ങനെയാണ്. അയാൾ തൻ്റെ സുഹൃത്തായ ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുകയാണ്. അയാളുടെ ജോലി വളരെ നിസ്സാരമായ ഒരു ജോലിയാണ്. അയാളുടെ ടേബിളിലേക്ക് ചെറിയ ബോക്സുകൾ വരും. ഈ ബോക്സുകൾ അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കണം. ചെറിയ ജോലി ആണ് അയാൾ ചെയ്യുന്നതെങ്കിലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മടുക്കുകയാണ്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിരാശയോടുകൂടെ അയാൾ തൻ്റെ ജോലി തുറന്നുകൊണ്ട് പോവുകയാണ്. ഒരിക്കൽ ഈ യജമാനൻ ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് വളരെ വിലപ്പെട്ട ഒരു ജോലിയായിരുന്നു. ഓരോ പ്രാവശ്യവും നിൻ്റെ ടേബിളിലേക്ക് ഈ ബോക്സ് കടന്നു വരുമ്പോൾ ആ ബോക്സിനുള്ളിൽ വിലയുള്ള ഒരുപാട് രത്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ രത്നങ്ങളാണ് നീ അടുത്ത ആളിലേക്ക് കൈമാറിയിരുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ജീവിതം ഏറ്റവും ചെറുതാണെങ്കിലും അത് വിലപ്പെട്ടതായി തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അത് വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാനും വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യുവാനും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഈ സുവിശേഷ ഭാഗവും വിശുദ്ധ ലേഖനങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ കൈപിടിച്ച് വിശ്വസ്തയോടുകൂടെ സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തുടരാം. യാത്ര തുടരുമ്പോൾ ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാചകം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അധികം ലഭിച്ചവനിൽ നിന്നും അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിച്ചവനോട് അധികം ചോദിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.